മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എല്ലാ ദിവസത്തെയും പത്രത്തില് അത്ഭുതകരമായിട്ടുള്ള കാഴ്ച, ഈ യേശുക്രിസ്തുവിലൂടെ മോക്ഷമെന്ന് പറഞ്ഞ്, യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന് പറഞ്ഞ്, യഹോവ നല്ലവൻ എന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട ഹിന്ദുക്കളെ ധ്യാന കേന്ദ്രത്തിലേക്കും പള്ളിയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും കാനഡക്കാരും അതുപോലെ യൂറോപ്യൻസും ഓസ്ട്രേലിയക്കാരും എല്ലാം ഉപേക്ഷിച്ച ആ ക്രിസ്തുമതത്തെ കേരളത്തിലെ ജനതയിലൂടെ ഭാരതത്തിലെ മുഴുവനും വ്യാപിപ്പിച്ച് ഭാരതത്തിലെ പാവപ്പെട്ട ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ച. അതും യേശുക്രിസ്തുവിൻ്റെ മഹത്വമോ അല്ലെങ്കിൽ ബൈബിളിൻ്റെ മഹത്വമോ ഒന്നും പറഞ്ഞിട്ടല്ല. ഈ ഹിന്ദു ദേവതാ സങ്കല്പം, ഹിന്ദു ആചാരങ്ങൾ, ഹിന്ദു അനുഷ്ഠാനങ്ങൾ, ഹൈന്ദവ വീക്ഷണം, അത് ജനങ്ങൾക്ക് ബൈബിളിലുള്ളതാണെന്ന രീതിയിൽ പറഞ്ഞ് അവരെ പതുക്കെ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരിക. ഒരു ക്രിസ്തുവിൻ്റെ പടം കൊടുക്കുക. ഡോക്ടർ കുര്യാക്കോസ്, ഡോക്ടർ കുരുവിള്ള എന്ന രണ്ട് ഡോക്ടർമാർ ഗവൺമെന്റ് ഡോക്ടർമാരാണ്. അവര് ഗവൺമെന്റ് ആശുപത്രിയിൽ ചെയ്യുന്നത് ഓപ്പറേഷൻ തിയേറ്ററിനടുത്തേക്ക് രോഗിയെ കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ പോവാണ് എന്ന് അവരോട് പറഞ്ഞ്, ഇനി നിങ്ങളോടൊരു അഭ്യർത്ഥനയാണ്, രോഗിയോട് പറയാണ്, ഓപ്പറേഷൻ തിയേറ്റർ കാണിച്ചു കൊടുത്തിട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്പറേഷൻ സക്സസ് ആവുമെന്ന് ഞാൻ വാക്ക് തരുന്നു. യേശു ക്രിസ്തുവിലല്ലാതെ വേറെ ഏതെങ്കിലും ദൈവത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആവുന്ന ഒരു ഉറപ്പുമില്ല എന്നും പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പടം കൊടുത്ത് ഒരു തരത്തിൽ നീചവും നിന്ദ്യവും ഏറ്റവും ദുഃഖകരവുമായിട്ടുള്ള കച്ചവടം, യേശു ക്രിസ്തുവിനെ കച്ചവടം നടത്തുന്ന ഡോക്ടർ കുരുവിള്ളയെയും ഡോക്ടർ കുര്യാക്കോസിനെയും പോലെയുള്ളവരുണ്ട്. ചെറിയ കുട്ടികളെ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ, വലിയ കയറ്റം വരുമ്പോൾ ക്രിസ്ത്യാനിയായ ഡ്രൈവറോട് ഈ കന്യാസ്ത്രീ പറയും, വണ്ടി പതുക്കെ ഒന്ന് നിർത്തിയിട്ട് എരപ്പിച്ച് വണ്ടി നിൽക്കാൻ പോകുന്ന പോലെ കാണിക്കാൻ പറയും. അങ്ങനെ വണ്ടി ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് വണ്ടി നിൽക്കുമ്പോൾ ഈ കന്യാസ്ത്രീ അതിനകത്തുള്ള ചെറിയ പാവപ്പെട്ട ലോവർ പ്രൈമറി പിള്ളേരോട് പറയും, നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനെ വിളിക്കുക, വണ്ടി സ്റ്റാർട്ടാവും, നോക്കാൻ പറയും. ഈ ഡ്രൈവർ അത് സ്റ്റാർട്ടാക്കില്ല. പകുതി നേരം ഇങ്ങനെ പിടിച്ച് ഈ പിള്ളേര് കൃഷ്ണനെയും രാമനെയും അള്ളാഹുവിനെയും എല്ലാം വിളിച്ച് വണ്ടി സ്റ്റാർട്ടാവില്ല. എന്നിട്ട് ആ കുട്ടികളോട് ഇങ്ങനെ കുറേ പരീക്ഷണം പറഞ്ഞ ശേഷം നിങ്ങൾ യേശുവിനെ വിളിക്കാൻ പറയും. ഈ കുട്ടികൾ പാവങ്ങളെല്ലാം കൂടി ചേർത്ത് യേശുവിനെ വിളിക്കും. അപ്പോൾ ഡ്രൈവർ കറക്റ്റായിട്ട് കീ വെച്ച് വണ്ടി സ്റ്റാർട്ടാവും. കണ്ടില്ലേ, നിങ്ങൾ യേശുവിനെ വിളിച്ചപ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടായി. ഇതാണ് യേശുവാണ് നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ആ കുട്ടികളുടെ മനസ്സിൽ. ഞാൻ കായംകുളത്ത് ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ അടുത്ത കാലത്ത് പോവുകയുണ്ടായി. അതൊരു ക്രിസ്ത്യൻ സ്കൂളാണ്, സെൻറ് മേരീസ് സ്കൂളിൽ. ആ സ്കൂളിൽ പോയപ്പോഴത്തേക്കും ഇങ്ങനെ കുറേ സംസാരിച്ചപ്പോഴത്തേക്കും അവിടുത്തെ പ്രിൻസിപ്പാൾ കന്യാസ്ത്രീ പറയുകയുണ്ടായി, ഇവിടുത്തെ പിള്ളേർക്ക് എന്ത് ദുഃഖം ഉണ്ടെങ്കിലും മാതാവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയും. എനിക്ക് അത്ഭുതം തോന്നി, എന്ത് ചങ്കൂറ്റത്തോടു കൂടി അവരെന്നോടത് പറഞ്ഞത്. അതായത് 70% ഹിന്ദു കുട്ടികളാണ്, മുസ്ലിം കുട്ടികളില്ല. അപ്പുറത്ത് മുഴുവനും മുസ്ലിം സ്കൂളുകൾ ധാരാളം ഉള്ളത് കൊണ്ട് 70% ഹിന്ദു കുട്ടികളുള്ള ആ സ്കൂളിലെ ഈ കന്യാസ്ത്രീ എത്ര ചുളുവിലാണ് ക്രിസ്തുമത കച്ചവടം നടത്തുന്നത്. ഇതൊന്നല്ല, ഇനി ഒരു 100 കണക്കിന് ഡൽഹിയിലൊക്കെ 400 ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അവിടേക്കൊക്കെ ഓരോ ഹിന്ദുവിനെ കൊണ്ടുവരികയാണെങ്കിൽ 500 രൂപ കമ്മീഷനാണ്. ബസ് യാത്ര ഫ്രീ, ഭക്ഷണം ഫ്രീ, 500 രൂപ കമ്മീഷനാണ് കൊണ്ടുവരുന്ന ഏജന്റിന്. ഈ ധ്യാന കേന്ദ്രം ഭാരതം മുഴുവനുണ്ട്. സൈലന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് പബ്ലിക്കിൽ നിന്ന് പ്രൊട്ടസ്റ്റ് വരാതിരിക്കാൻ. ഈ പല സ്ഥലങ്ങളിലും കുരിശു വയ്ക്കാതെ പള്ളികൾ പ്രവർത്തിക്കുന്നുണ്ട്. കന്യാകുമാരി ജില്ലയിൽ ഒരു പള്ളിയും പണിയാനുള്ള നിയമപരമായിട്ടുള്ള പെർമിഷൻ ഇല്ല. പക്ഷെ ഒരു വീട് പണിയും. ആ വീട് അത് വീടായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യും. സാവധാനത്തിൽ അതൊരു കുരിശു വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉടമസ്ഥൻ പറയും,
എനിക്ക് യേശുക്രിസ്തുവിനെ രാത്രി സ്വപ്നത്തിൽ കണ്ടു, നിന്റെ വീട് സഭയ്ക്ക് കൊടുക്കാനായിട്ട് ഞാൻ സ്വപ്നം കണ്ടു, അത് കാരണം ഞാൻ കൊടുക്കുകയാണ്. അത് വീട് തന്നെയാണ്, പക്ഷെ പള്ളിയല്ല. പക്ഷെ എല്ലാ പ്രായോഗിക കാര്യങ്ങൾക്കും അത് പള്ളിയാണ്. അതിനെ കുരിശ് വെച്ചിട്ട് പള്ളിയാക്കി മാറ്റുക. ഇപ്പൊ പള്ളി പണിയാനല്ലേ പെർമിഷൻ ഇല്ലാതെ ഉള്ളൂ, വീട് പണിയാൻ പെർമിഷൻ ഉണ്ടല്ലോ. ആ വീടിനെ പള്ളിയാക്കി മാറ്റുക. ഇതേപോലെ ധാരാളം നടക്കുമ്പോൾ ഈ ഓരോ ദിവസവും ഈ മതപരിവർത്തനത്തിന്റെ പുറകിൽ വരുന്ന ഇന്നലത്തെ പേപ്പറിൽ, ബുധനാഴ്ച മാർച്ച് 22 പേപ്പറിൽ 2 വരി ഒന്ന് നോക്കുക. ശരിക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും. അതിൽ പറഞ്ഞിരിക്കുന്ന 2 എണ്ണം. അതായത് സെമിനാരിയിൽ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയ വൈദികൻ പിടിയിൽ. ഇത് കണ്ണൂർ മുതൽക്ക് തുടങ്ങിയിരിക്കുകയാണ്. സെമിനാരിയിലും +1 കുട്ടികളിലും എല്ലാം. അതിന്റെ ചുവട്ടില് വൈദികൻ രക്ഷപ്പെട്ട സംഭവത്തില് CIക്ക് സസ്പെൻഷൻ എന്ന്. ഈ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അതിശക്തമായിട്ടുള്ള പ്രതികരണം ഹിന്ദുക്കളുടേത് വന്നു തുടങ്ങിയതിന് ശേഷമാണ് ഇതെല്ലാം കുറച്ചെങ്കിലും വൈദികൻ രക്ഷപ്പെട്ടതിൽ CIക്ക് സസ്പെൻഷൻ. 1 ദിവസത്തെയോ 2 ദിവസത്തെ സസ്പെൻഷനേ ഉള്ളൂ. പിറ്റേ ദിവസം അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. കാരണം ക്രിസ്ത്യാനികളുടെ വോട്ട് ബാങ്ക് നോക്കിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം. വൈദിക വിദ്യാർത്ഥിയായ 14കാരനെ പീഡിപ്പിച്ച സംഭവത്തിൽ പോലീസിനെ വെട്ടിച്ചു കടന്ന പള്ളി വികാരി പിടിയിൽ. കാസർഗോഡ് ചീമേനി പറക്കുളത്തിൽ ബിജു എന്ന ഫാദർ തോമസ് പാറേക്കാലത്തിൽ 37നെ മധുരയിൽ നിന്ന് കൊല്ലം റൂറൽ പോലീസിലെ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. ഇപ്പൊ 37 വയസ്സാണ്. നേരത്തേത് കണ്ണൂരായിരുന്നു, ഇപ്പൊ കാസർഗോഡ്. ഇതുപോലെ ലുക്കൌട്ട് നോട്ടീസ് വരെ ഒരു അച്ഛന് കൊടുത്തിട്ടുണ്ട്. ശരിക്കും എല്ലാ സത്യങ്ങളും പുറത്തേക്ക് വരികയാണെങ്കിൽ ഈ യേശുദേവനെ കച്ചവടം നടത്തുന്ന ഈ അച്ഛന്മാരും അതുപോലെ സുവിശേഷ പ്രാസംഗികരും എല്ലാം പുറകില് എങ്ങനെയാണോ വികസിത രാഷ്ട്രങ്ങളിൽ ഈ ക്രിസ്തുമതം ഉപേക്ഷിക്കപ്പെട്ടത്, അവിടെ മതപരിവർത്തനത്തിനും മതപ്രചരണത്തിനും പോയവരുടെ മക്കൾ ആയിരക്കണക്കിന് പേർക്ക് കോമ്പൻസേഷൻ കൊടുക്കാനാണ് ഇപ്പോ മതത്തിന്റെ പേരിൽ ലൈംഗിക വീഴ്ച നടത്തിയിട്ട് അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ട സ്ത്രീകളെ പറ്റിച്ച് എല്ലാം ദിവ്യഗർഭം എന്ന രീതിയിൽ വരുത്തി തീർക്കുന്ന അവസ്ഥ നോക്കാം. ഇനി രണ്ടാമത്തേത് വൈദികൻ രക്ഷപ്പെട്ട സംഭവത്തിൽ വൈദിക വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിന് വിധേയമാക്കിയ കേസിലെ വൈദികൻ രക്ഷപ്പെട്ട സംഭവത്തിൽ CIക്ക് സസ്പെൻഷൻ. പൂവാർ CI റിയാസിനെയാണ് തിരുവനന്തപുരം റേഞ്ച് IG സസ്പെൻഡ് ചെയ്ത്. ഇതൊന്ന് തിരുവനന്തപുരത്തെ കാര്യം, മറ്റൊന്ന് കാസർഗോഡിലെ കാര്യം. ഇത് ഒന്ന് ആലോചിച്ച് നോക്കണം. വിശുദ്ധ പിതാക്കന്മാര്, വിശുദ്ധ ലോഹയിട്ടവര്, വിശുദ്ധ കർത്താവിന്റെ മണവാട്ടികള്, കർത്താവിന്റെ പ്രതിപുരുഷന്മാര് എന്നെല്ലാം പറഞ്ഞ് ഈ ഒരു തിന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്യുമ്പോ പാവപ്പെട്ട ഹിന്ദുക്കളോട് മാത്രം എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചെങ്കിൽ തിരിച്ചു വരിക. ഈ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചതാണ് ഈ ക്രിസ്തുമതമാണ് ഗ്ലോറിയസ് എന്ന് പറഞ്ഞ് അതും കൊണ്ട് നിങ്ങൾ ജീവിക്കല്ലേ. ഈ ധർമ്മത്തില് എന്ത് തെറ്റുണ്ടെങ്കിലും ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്നതാണ്. ശങ്കരാചാര്യർ തെറ്റ് ചെയ്താലും ഏത് ഹിന്ദു ധർമ്മ പ്രചാരകൻ തെറ്റ് ചെയ്താലും മുകളിലുള്ളവർ സംരക്ഷിക്കില്ല. ഞാൻ ഇന്നലെ എനിക്ക് കിട്ടിയ വാട്സപ്പില് ഞാൻ പറയുകയുണ്ടായിരുന്നു, ആ പെൺകുട്ടിയെയാണ് കൊട്ടിയൂരിലുള്ളവര് പെൺകുട്ടിയെയാണ് വിമർശിക്കുന്നത് പള്ളി മതക്കാരൻ. മോളെ, നിനക്ക് ആ കർത്താവിന്റെ പ്രതിപുരുഷനായിട്ടുള്ള അച്ഛനെ തടയായിരുന്നില്ലേ? അച്ഛൻ ശരിക്ക് ജീവിതം മുഴുവനും പള്ളിക്കും കർത്താവിനും വേണ്ടി മാറ്റിവെച്ചാലാണ്. അച്ഛന്റെ ലോഹയ്ക്കകത്ത് മനുഷ്യന്റെ ശരീരമായ സ്ഥിതിക്ക് വികാരമുണ്ടാവാൻ സാധ്യതയുണ്ട്. നീയല്ലേ അച്ഛനെ തടയേണ്ടതും അച്ഛനെ ഇതിൽ നിന്ന് പിന്മാറേണ്ടതും. പള്ളിയോ ഈ സമൂഹമോ നിന്റെ കൂടെ ഒരിക്കലും നിൽക്കില്ല. അന്ത്യവിധി നാളില് കർത്താവ് നിന്നെ ചോദ്യം ചെയ്യുമ്പോൾ നീയാണ് തെറ്റുകാരി എന്ന് മാത്രമേ പറയുള്ളൂ, അച്ഛൻ തെറ്റുകാരനാണെന്ന് പറയില്ല. അതുകൊണ്ട് നിന്റെ കൂടെ ഒരിക്കലും സമൂഹം നിൽക്കില്ല എന്ന് ആ അവരുടെ പത്രത്തിൽ വന്നതിനെതിരെ ഒരു യുക്തിവാദിയും ബുദ്ധിജീവിയും DYFIയും SFIയും ഒന്നും പറഞ്ഞിട്ടില്ല, പള്ളിക്കാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കാം. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പുറത്ത് ഈ കുതിര കയറാൻ വന്ന അച്ഛനെ ന്യായീകരിക്കുന്ന ഒരു സഭ. എന്തിന് നിങ്ങൾ ഈ ഒരു മതത്തിലേക്ക് പോകണം? എന്തിന് നിങ്ങൾ ആ മതത്തിൽ തുടരണം? ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം മാതിരി ആരാധിക്കാനും പഠിക്കാനുമുള്ള പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഈശ്വര സങ്കല്പങ്ങളും സ്വാതന്ത്ര്യവുമുണ്ട്.
ജനന സമയത്ത് പള്ളിയിലേക്ക് കൂച്ചുവലങ്ങിട്ട് ബന്ധിപ്പിക്കുന്ന അവസ്ഥ, അതുപോലെ വിവാഹത്തിന് പള്ളിയുമായിട്ട് കൂച്ചുവലങ്ങിട്ട് ബന്ധിപ്പിക്കുന്ന അവസ്ഥ, മരണസമയത്ത് പള്ളിയുമായിട്ട് ബന്ധമില്ലാതെ ജീവിച്ചവരാണെങ്കിൽ തെമ്മാടി കുഴിയോ അല്ലാത്തതോ ലഭിക്കുന്ന അവസ്ഥ. ഇത് മൂന്നിൽ നിന്നും മോചനം നേടാൻ തിരിച്ച് ഹിന്ദു ധർമ്മത്തിലേക്ക് വന്നൂടെ? നിങ്ങൾ ഏത് ധർമ്മത്തിൽ നിന്നാണോ ക്രിസ്തു മതത്തിലേക്ക് പോയത് അതിലേക്ക് തന്നെ തിരിച്ചു വരിക. ഒരാളും ചോദിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഹിന്ദു ആയതിൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെയാണെന്ന്. റിസർവേഷനും ബാക്കി കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട ഋഷീശ്വരന്മാർ, ലോക ജനത ഭാരതീയമായ ധർമ്മം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങോട്ട് പോയവർ അവരവരുടെ തെറ്റ് തിരുത്തിയിട്ട് തിരിച്ചു വരേണ്ട സമയമായിരിക്കുന്നു. കാരണം ഇപ്പൊ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. കേരളം മുഴുവനും ഭാരതം മുഴുവനും നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ശരിക്ക് അവിടെയുള്ള ട്രഡീഷണൽ അബൊറിജിനൽ ആയിട്ടുള്ള വ്യക്തികൾക്ക്, സ്ത്രീകൾക്ക് നല്ല വെളുത്ത കുട്ടികൾ ചിന്തിക്കാനേ പറ്റില്ല. കുറേ പേരുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവിടെ മതപരിവർത്തനം നടത്താൻ പോയവരുടെ കുട്ടികളാണ് ഈ പ്രാകൃതരായിട്ടുള്ള പാവപ്പെട്ട വ്യക്തികളുടെ, തനിക്കാട്ടിൽ ജീവിക്കുന്ന, തുണി പോലും ഇല്ലാതെ ജീവിക്കുന്ന ആ വ്യക്തികളുടെ അല്ലെങ്കിൽ അബോറിജിനൽസിന്റെ മക്കളായിട്ട് ജനിപ്പിച്ചത് ഇവിടെ നിന്ന് മതപരിവർത്തനത്തിന് പോയവരുടെ ഒരു വിഭാഗം ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ ദൈവത്തിന്റെ പേരിൽ പ്രതിപുരുഷനായിട്ടുള്ള അച്ഛനും കന്യാസ്ത്രീകളും കാണിക്കുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ മേരിയുടെ പുസ്തകവും ജസ്മിയുടെ പുസ്തകവും എല്ലാം നോക്കിയാൽ മതി. പള്ളിക്കകത്തുള്ള പൊട്ടിത്തെറി തന്നെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റണില്ലെന്നൊരു അച്ഛൻ അടുത്ത കാലത്ത് പറയുകയുണ്ടായി. എന്തേ പൊട്ടിത്തെറിക്കാൻ കാരണം? അധർമ്മവും അനീതിയും അന്യായവും അസത്യവും കൊണ്ട് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും വഴിയിലൂടെ പോകുന്ന ഹിന്ദുക്കളെ മതം മാറ്റി എണ്ണം കൂട്ടി അധികാരം പിടിച്ച് ലോകത്തില് മദർ തെരേസ പറഞ്ഞ പോലെ 29,000 പേർക്ക് ഞാൻ സെന്റ് പീറ്ററിന്റെ ടിക്കറ്റ് കൊടുത്തു. എൻ്റെ അർത്ഥം 29,000 പേരെ ഞാൻ കൺവെർട്ട് ചെയ്തു. അത് പറഞ്ഞതിനാണ് RSS നേതാവിനെ കുരിശിലേറ്റാനായിട്ട് പോയത്. ആലോചിച്ചു നോക്കണം. എന്തിനാ സെന്റ് പീറ്റേഴ്സിന്റെ ടിക്കറ്റ് കൊടുത്തത്? അവർ നല്ല ഹിന്ദുക്കളായിട്ട് ജീവിച്ചിരുന്നവരായിരുന്നില്ലേ? സെന്റ് പീറ്ററിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന ടിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് മാതിരി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ അറിയണം. ഓരോ ക്രിസ്ത്യാനിയും അറിയണം, ഓരോ ഹിന്ദുവും അറിയണം ഇവിടെ നടക്കുന്നത് എന്താണെന്ന്. പത്രമാധ്യമങ്ങളിൽ വരുന്നത് പണ്ട് മാതൃഭൂമി ഇതുപോലെയുള്ളത് അത്ര പ്രാധാന്യം കൊടുക്കില്ല. ഇപ്പം അത് കൃത്യമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നു. ചാനലുകളും വളരെ കൃത്യമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നു എന്നറിയാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.